യുഎസ് പ്രഥമ വനിത മെലാനിയ ട്രംപ് വീണ്ടും ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഇത്തവണ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഡ്രസ്സിംഗ് സ്റ്റൈലിലോ മറ്റ് വൈറൽ നിമിഷങ്ങളോ അല്ല, മറിച്ച് മെലാനിയയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യലായ ഛായാചിത്രത്തിലൂടെയാണ്. യുഎസ് പ്രഥമ വനിത മുൻ സ്ലൊവേനിയൻ മോഡൽ കൂടിയായ മെലാനിയ ട്രംപ് വൈറ്റ് ഹൗസിലെ യെല്ലോ ഓവൽ റൂമിൽ സമചിത്തതയോടെയും ഉറപ്പോടെയും നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാചിത്രം വൈറ്റ് ഹൗസ് തിങ്കളാഴ്ച പുറത്തുവിട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിൽ 54-കാരിയായ മെലാനിയ ട്രംപിന്റെ റോളിൽ സാധ്യതയുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഈ ഛായാചിത്രം തിരികൊളുത്തി. പുഞ്ചിരിയുടെ അഭാവമുള്ള ഈ പോർട്രേറ്റ് എന്താകും സൂചിപ്പിക്കുന്നത്? ജനുവരി 21-ന്, കൃത്യമായി പറഞ്ഞാൽ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന്റെ പിറ്റേന്ന് എടുത്ത മെലാനിയ ട്രംപിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഔദ്യോഗിക ചിത്രമാണ് ഇപ്പോൾ വൈറൽ. വൈറ്റ് ഷർട്ടിനൊപ്പം ബ്ലാക്ക് ബിസിനസ് സൂട്ടിൽ ആഭരണങ്ങൾ ധരിക്കാത്ത മിനിമലിസ്റ്റിക് ലുക്കിൽ പ്രഥമ വനിതയെ കാണിക്കുന്ന ചിത്രം ഇതിനോടകം ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞു. ഫോട്ടോയിൽ മെലാനിയ ഒരു റിഫ്ലക്റ്റീവ് ടേബിളിൽ മുന്നോട്ട് ചാഞ്ഞ് ക്യാമറയിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നു. മെലാനിയയുടെ പിന്നിലുള്ള ജനാലയിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ സ്കൈ ലൈനിൽ തലയുയർത്തി നിൽക്കുന്ന വാഷിംഗ്ടൺ മോണ്യുമെന്റും കാണാം. ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസിലെ യെല്ലോ ഓവൽ റൂമിൽ വെച്ച് ട്രംപിന്റെ ഛായാചിത്രം എടുത്തത് കുടുംബത്തിന്റെ ദീർഘകാല ഫോട്ടോഗ്രാഫറായ ബെൽജിയത്തിൽ നിന്നുള്ള റെജൻ മെഹോക്സ് ആണെന്ന് പ്രഥമ വനിതയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. 2017-ൽ ട്രംപിന്റെ ആദ്യ ടേമിനായി മെലാനിയയുടെ ഔദ്യോഗിക ഛായാചിത്രം ചിത്രീകരിച്ച മെഹോക്സ് 2ാം തവണയും ഈ ഔദ്യോഗിക ഛായാചിത്രം ചിത്രീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനിക്കുന്നുവെന്ന് തിങ്കളാഴ്ച BBC-യോട് പറഞ്ഞിരുന്നു. 2017-ലെ ഛായാചിത്രം വൈറ്റ് ഹൗസിലെ വസതിയിലെടുത്തതാണ്. ഇപ്പോഴത്തെ ലുക്കിൽ നിന്ന് വളരെ സോഫ്റ്റ് ആയ ഒരു ചിത്രമാണത്. ചിരിച്ചുകൊണ്ട് ബ്ലാക്ക് ബിസിനസ് സ്യൂട്ടിനൊപ്പം സ്കാർഫിൽ തിളങ്ങുന്ന മെലാനിയയുടെ ഗ്ലാമറും സമീപനക്ഷമതയും പ്രകടിപ്പിക്കുന്ന കളർ ഫോട്ടോ ആയിരുന്നു അന്നത്തേത്. എന്നാൽ ഇത്തവണ പ്രഥമ വനിതയുടെ പുഞ്ചിരിയില്ലാത്ത ഛായാചിത്രം ട്രംപിന്റെ ഛായാചിത്രവുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഡില്ലാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ റോബർട്ട് കോളിൻസ് ന്യൂസ് വീക്ക് റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിലെ ഛായാചിത്രം ഈ ജനുവരി ആദ്യം അനാച്ഛാദനം ചെയ്തിരുന്നു. അല്പം ചുളിഞ്ഞ നെറ്റിയിൽ ഒരു കർശനമായ ഭാവത്തിലുള്ള കളർ ഫോട്ടോ അദ്ദേഹത്തിന്റെ മഗ് ഷോട്ടുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ചില നിരീക്ഷകർ ആ ചിത്രത്തെ വിമർശിച്ചു. എന്നാൽ ഛായാചിത്രം അമേരിക്ക ഈസ് ബാക്ക് എന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ന്യൂയോർക്ക് ടൈംസിനോട് വിശദീകരിച്ചു. കോളിൻസിന്റെ അഭിപ്രായത്തിൽ മെലാനിയ ട്രംപ് ഒരു പുതിയ വിവരണം സ്വീകരിക്കുന്നതായി തോന്നുന്നു എന്നും അത് തന്റെ ഭർത്താവിനൊപ്പം ദി അൾട്ടിമേറ്റ് പവർ കപ്പിൾ വൈബ് പ്രകടമാക്കുന്നു എന്നാണ്. മുൻ ഫാഷൻ മോഡലായ മെലാനിയയ്ക്ക് ബ്രാൻഡിങ്ങും ഫോട്ടോഗ്രാഫിയുടെ പവറും മനസ്സിലാക്കുന്നു എന്നും ഒപ്പം തന്റെ സ്ഥാനത്തിന്റെ ഗൗരവം അറിയിക്കുന്നതിനുമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യ ടേമിലെത്തിയതിനേക്കാൾ ഭരണത്തിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാനുള്ള പദ്ധതി സൂചിപ്പിക്കുന്നുവെന്ന് കോളിൻസ് ന്യൂസ് വീക്കിനോട് പറഞ്ഞിട്ടുണ്ട്. വിദേശകാര്യങ്ങൾ പഠിക്കുന്നതുൾപ്പെടെ വൈറ്റ് ഹൗസിലേക്കുള്ള മടങ്ങി വരവിനായി മെലാനിയ ട്രംപ് തയ്യാറെടുക്കുകയാണെന്ന് ഈ മാസം ആദ്യം CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിൽ നൽകിയ അഭിമുഖത്തിൽ വൈറ്റ് ഹൗസിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മെലാനിയയും വെളിപ്പെടുത്തി. മെലാനിയയുടെ കണ്ണുകളിൽ നിന്ന് പലതും വായിക്കാം. ഉദ്ഘാടന ദിനത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ ക്യാമറയിലേക്കും കാഴ്ചക്കാരിലേക്കും നേരിട്ട് നോക്കുന്നു എന്ന വസ്തുതയും ശ്രദ്ധേയമായി തോന്നുന്നു. മെലാനിയ തന്റെ പൊതുജീവിതത്തിന്റെ ഈ ഘട്ടത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ എല്ലാ കണ്ണുകളും മെലാനിയയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന റോളിലേക്കും അതുപോലെ ബ്രാൻഡിങ്ങിലെ ഈ ഒരു മാറ്റം രാഷ്ട്രീയ തലത്തിൽ കൂടുതൽ പ്രമുഖ സ്ഥാനത്തേക്ക് മെലാനിയ ചുവടുവെക്കുന്നതിലേക്കുമാണ്.